കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി ആദ്യത്തെ കുറേ നാളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർ ഈ ബ്യൂട്ടി വ്ളോഗിങ് പോലുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മളെല്ലാം ആദ്യം ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോം റെമഡീസ്, അതും അല്ലെങ്കിൽ നമ്മുടെ ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന ചെടിയും പൂവും കായൊക്കെ വെച്ചിട്ട് എങ്ങനെ മുഖം ഗ്ലോ അപ്പ് ആക്കാം എന്നുള്ള ടിപ്പുകളുള്ള റിസർച്ച് ആയിരിക്കും അല്ലേ. തീർച്ചയായിട്ടും ഈ പൊടിക്കൈകളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അമ്മയോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ പതുക്കെ പതുക്കെ പിന്നെ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഓരോ ബ്രാൻഡുകളിലേക്ക് തിരിയുമല്ലേ. പിന്നെ എത്ര തന്നെ ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാലും ഈ നാച്ചുറലായിട്ടുള്ള, അതായത് അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു തരുന്ന ടിപ്പിന് അതിൻ്റേതായിട്ടുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ മന്ത്ലി വൺസ് എങ്കിലും നമ്മളൊരു ഹോം ഫേഷ്യൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കൊക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് തുടച്ച് കളയുകയാണെങ്കിൽ ഫേസിലുള്ള കുറേ അഴുക്കൊക്കെ അങ്ങനെ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഫേസിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് പൗഡറും കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്ത് അത് മുഖത്തൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വീട്ടിലെ വെപ്പറൈസർ, ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെപ്പറൈസറാണ് കേട്ടോ. ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ആവി കിട്ടും കേട്ടോ. നല്ല രസമാണ് ആക്ച്വലി. മുഖത്തിൻ്റെ ഏത് വശത്തേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ നീക്കിയൊക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് നന്നായിട്ട് ആവിയും കൂടി കിട്ടുന്നുണ്ട്. എനിക്ക് മറ്റേ ആ ഫേഷ്യൽ വെപ്പറൈസർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇത്രയും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് ചെയ്ത ശേഷം നമ്മുടെ മുഖത്തുള്ള വൈറ്റ് ഹെഡ്സൊക്കെ അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് എടുത്ത് കളയാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ സ്ക്രബ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ആ റൈസ് പൗഡറും കേർഡും ഇല്ലേ, അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഒരു കോഫി പൗഡർ കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് അതൊരു ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു 10-20 മിനിറ്റ് മുഖത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതങ്ങ് ഉണങ്ങി വരുവേ. ഡയറക്റ്റായിട്ട് പോയി വാഷ് ചെയ്യരുത്. ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് കൊണ്ടൊന്ന് വെള്ളം ഒന്ന് ഒപ്പിക്കൊടുത്ത ശേഷം മാത്രം പോയി വാഷ് ചെയ്യുക. നല്ല ഗ്ലോ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും.